തുടങ്ങാം. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മള് സ്റ്റോറി ഓഫ് സൈനബ് ആണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആദ്യം കല്യാണം കഴിഞ്ഞ, ഏറ്റവും ആദ്യം വിവാഹം കഴിച്ച സ്ത്രീയുടെ പേരെന്തായിരുന്നു? അറിയാം, ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹക്ക് 4 പെൺമക്കളായിരുന്നു. സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ്യ, പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ. സൈനബ് മൂത്ത മകളായിരുന്നു, സുന്ദരിയായ സ്ത്രീയായിരുന്നു. സൈനബിനെ അബുൽ ആസ് എന്ന് പറഞ്ഞൊരു യുവാവിനെ ഇഷ്ടമായി. അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഷാവിലിനെ അറിയുന്നുണ്ടാവില്ലേ സ്റ്റോറി? കേട്ട ചെറിയൊരു പരിചയമുള്ള കഥയാണ്. അബുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു. അന്ന് ജാഹിലിയ കാലത്തും പെണ്ണിനോട് ഡയറക്റ്റ് പോയിട്ട് ഐ ലവ് യു പറയല്ലേ ചെയ്തത്. അബുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു പറയുന്നുണ്ട്, ഐ കാൻ't say anything without her permission. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സൈനബിനോട് ചോദിച്ചു, അബുൽ ആസ് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വാട്ട്സ് യുവർ ടേക്ക്, നിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ അവള് അബുൽ ആസിനെ അറിയുമായിരിക്കും, അവള് നാണത്തോടെ കുണുങ്ങി, മീൻസ് നല്ല ലജ്ജയോട് കൂടിയിട്ട് അവൾ മുഖം തിരിച്ചു പോയി എന്ന് പറഞ്ഞു. മീൻസ് ഇഷ്ടമാണെന്ന് നിലക്ക്. കല്യാണം നടന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുക്കപ്പെട്ടു, നിയോഗിതനായി. പക്ഷെ സൈനബ് വിശ്വാസിയായി. ഇയാള് കച്ചവടത്തിന് എന്തിനോ പോയിരിക്കായിരുന്നു. കച്ചവട ആവശ്യാർത്ഥം പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം ആണ് അറിഞ്ഞത് എന്ത്, ഇവള് വിശ്വാസിയായ കാര്യം. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ഉപ്പ അള്ളാഹു അന്ത്യപ്രവാചകനായിട്ട് എന്റെ പിതാവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിൽ ഒരുപാട് പേര്, അലി, അബൂബക്കർ, അതേപോലെ തന്നെ എന്റെ ഉമ്മ, ഞാന്, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ജാഹിലിയ വിശ്വാസം ഉപേക്ഷിച്ച് മുസ്ലിം ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഉടനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോവാം, ഉപ്പാന്റെ അടുത്ത് പോവാം, എന്നിട്ട് നമുക്ക് ഷഹാദത്ത് സ്വീകരിക്കാം, നമുക്ക് ഉടനെ എന്ത് ചെയ്യാം, മുസ്ലിം ആകാന്ന് പറഞ്ഞ് ഇവന് രോഷാകുലനായി. എന്നോട് അറിയിക്കാതെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഇവൻ അവിശ്വാസിയെ തുടർന്നു. അന്നൊരു റൂളിംഗ് ഇല്ലായിരുന്നു, അവിശ്വാസിയോടൊപ്പം വിശ്വാസി ജീവിക്കരുത് എന്നുള്ളൊരു റൂളിംഗ് അന്നില്ലായിരുന്നു. ഇസ്ലാമിന്റെ ബിഗിനിങ് ആണ്. അങ്ങനെ അവിശ്വാസിയായി അബുൽ ആസും വിശ്വാസിയായി സൈനബും തുടർന്നിട്ട് പിന്നെ പലായനം ഉണ്ടായി, ഹിജ്റ പോണ്ടി വന്നു. മുസ്ലിങ്ങൾ അവിടുന്ന് പായിച്ചു, മക്കത്തുനിന്ന് മദീനത്തേക്ക് പായിച്ചു. അങ്ങനെ പക്ഷെ ഈ സൈനബ് സ്പെഷ്യൽ പെർമിഷൻ എടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവരുടെ ഒപ്പം നിൽക്കാന്, മക്കയിൽ തന്നെ അബുൽ ആസിനെ തുടരാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് സമ്മതം കൊടുത്തു. മക്കയിൽ തന്നെ തുടരാനുള്ള സമ്മതം കൊടുത്തു. മക്കയിൽ തന്നെ തുടർന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യുദ്ധം ഉണ്ടായി. മക്കയിലേക്ക് പോയ ടീമിനെ ഇവിടുന്ന് യുദ്ധം ചെയ്യാൻ ഇവര് പോയി. അറിയാലോ, ബദർ. ഖുറൈശികളുടെ കൂട്ടത്തിൽ പ്രധാനിയായിട്ട് നമ്മളെ അബുൽ ആസും ഉണ്ട്. ഈ സൈനബ് ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലും സംഘർഷത്തിലും സഹിക്കാൻ പറ്റാത്ത ഇതിലായി, സങ്കടാവസ്ഥയിലായി. കാരണം അപ്പുറത്തുള്ളത് പ്രിയപ്പെട്ട വാപ്പയാണ്, ഇപ്പുറത്തുള്ളത് പ്രിയപ്പെട്ട ഭർത്താവാണ്. ഭർത്താവ് മുശ്രിക്കാണെങ്കിലും സ്നേഹമുള്ള ഭർത്താവാണ്, അവളെ നോക്കുന്നുണ്ട് സൈനബിനെ. അപ്പോ ഭയങ്കരമായ സംഘർഷത്തിലായി. എന്താ യുദ്ധം എന്ന് പറഞ്ഞാൽ കുത്തും ഇതും ഇതല്ലല്ലോ, ചെറിയ തല്ലല്ലോ. ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ബന്ദിയാക്കപ്പെടും, അല്ലെങ്കിൽ ഒരു ശരീരം തളർന്ന് കിടക്കപ്പെടും. നമ്മള് ഫ്രെയിമിലില്ല ഒന്ന്. അപ്പോ എന്താ സംഭവിച്ചാല് ഇവന് ബന്ദിയാക്കപ്പെട്ടു. മുസ്ലിങ്ങള് ജയിച്ചു, ഇവന് ബന്ദിയാക്കപ്പെട്ടു. അബുൽ ആസ് എന്നാ പറയുന്നത്, അദ്ദേഹം ബന്ദിയാക്കപ്പെട്ടു. അങ്ങനെ ബന്ദിയായ ഇയാളെ മോചിപ്പിക്കാൻ ഈ മക്കത്തുനിന്ന് ഒരു സ്വർണം കൊടുത്തയച്ചു. ഒരു സ്വർണത്തിന്റെ ചെറിയൊരു നെക്ലസ്. ആര്? അബുൽ ആസ്, സോറി, സൈനബ് റളിയല്ലാഹു അൻഹ. അങ്ങനെ അവിടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. ചിലര് ബന്ദികളാക്കപ്പെടും, ചിലരെ അടിമകളാക്കപ്പെടും, ചിലരെന്ത് ചെയ്യും, വിടും മോചനദ്രവ്യം നൽകിയിട്ട്.
അങ്ങനെ അബുലാസിനെ വിളിച്ചു. അബുലാസ് ആക്ച്വലി റസൂലുള്ളാഹിന്റെ കസിനാണ് കേട്ടോ. ഓക്കെ. എന്നിട്ടാണ്, കാരണം ഇവര് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മുശ്രിക്ക് നല്ല ആത്മാർത്ഥമുള്ള മുശ്രിക്ക്, വിശ്വാസിയായ മുസ്ലിങ്ങളാണെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ആത്മാർത്ഥമുള്ള വിശ്വാസികൾ ആ രൂപത്തിലായിരുന്നു. അപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരാണ് ഈ പോരാടിക്കണൊക്കെ, അറിയാലോ സ്റ്റോറി. അങ്ങനെ ഈ മാല കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഇമോഷണലായി. കാരണം വർഷങ്ങൾക്ക് ശേഷം എന്റെ മകളുടെ ഒരു മാല കാണാം. മകളുടെ മാല റസൂലുള്ളാഹിക്ക് മനസ്സിലായി. കാരണം ആ മാല ആക്ച്വലി ഖദീജ ബീവിയുടെ മാലയായിരുന്നു. ഒരു മിനിറ്റ്, അത് നിർത്തി സെറ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഖദീജ ബീവിയുടെ മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു, മകള്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാല കണ്ടിട്ട് ഭയങ്കര ഇമോഷണലായി. അങ്ങനെ അദ്ദേഹം ഇത് അബുലാസിന് വേണ്ടി കൊടുത്തേക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അറിഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അബുലാസിനെ വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് വിശേഷങ്ങള്? ഇത് കാരണം കസിനാണ്, മരുമകനാണ്, പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിച്ച ആളാണ്. അങ്ങനെ അബുലാസിനെ വെച്ചു, നിനക്ക് മുസ്ലിം ആയിക്കൂടെ? എന്റെ മകളുടെ ഭർത്താവല്ല നീ, നിന്നെ ഞാൻ വിട്ടയക്കാം, നിനക്ക് മുസ്ലിം ആയിക്കൂടെ? നെവർ, കഴിയില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞു. അബുലാസ് പറഞ്ഞു, സാധ്യമല്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ഇവനെ സ്വതന്ത്രനാക്കാം, ഞാൻ ഇവനെ വിടാം. ഇത് എന്റെ മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാലയാണ്, ഞാൻ ഇതും കൊടുത്തയച്ചിട്ട് അവരെ വിടാം. അപ്പൊ നിങ്ങള് എഗ്രി ആണോ എന്ന് വെച്ചു സഹാബത്തിനോട്. സഹാബത്ത് എല്ലാരും സമ്മതിച്ചു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം, നീ ഒന്ന് വാന്ന് പറഞ്ഞ് അബുലാസിനെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, നിന്റെ മോചനദ്രവ്യം ഞാൻ സ്വീകരിക്കുന്നില്ല, നിന്നെ സ്വതന്ത്രനാക്കി വിടും ചെയ്യാം, നിന്റെ സാധനം തരാം. പക്ഷെ നീ എനിക്കൊരു കാര്യം ചെയ്യണം. അവിശ്വാസിയായ ഒരാളോടൊപ്പം ഒരു വിശ്വാസിയായ പെൺകുട്ടി ജീവിക്കുന്നത് അള്ളാഹുവിന് വെറുക്കുന്ന കാര്യമാണ്, ഇസ്ലാമിലെ നിയമമുണ്ട്. നീ എനിക്ക് എന്റെ മകളെ തിരിച്ചു തരണം. ഒന്നുകിൽ നീ മുസ്ലിമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ, അല്ലെങ്കിൽ എനിക്ക് എന്റെ മകളെ തരണം. വിശ്വാസിയായ ഒരു പെണ്ണിനെ വിശ്വാസിയായ ഒരു പുരുഷന്റെ കൂടെ മാത്രമേ ജീവിക്കാവൂ, അത് അള്ളാഹുവിന്റെ നിയമമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ഇതേറ്റ് പോയി, വിട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടാവും? എന്നിട്ട് അവിടെ പോയിട്ട് സംഭവിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവണം. സംഭവിച്ചെല്ലാം പറഞ്ഞു. എന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ഒരു ജാഹിലിയ കാലത്തെ ഒരു അവിശ്വാസിൽ നിന്ന് തേച്ചിട്ട് പോയല്ലേ ചെയ്യാ. കാരണം തിരിച്ച് മകളെ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ആ സ്റ്റോറിയിൽ ശരിക്കും സംഭവിച്ചത്, അവര് പോയി കണ്ടു. അബുലാസ് സന്തോഷപൂർവ്വം ഈ സൈനബിനെ കണ്ടു. ഇങ്ങനെ വി ആർ ഗോയിങ് ടു സേ ഗുഡ് ബൈ എന്ന് പറഞ്ഞു, നമ്മള് പിരിയാൻ പോകണം. അപ്പൊ ഇനിയും യുദ്ധത്തിന് പോകണം. നീ എവിടേക്കാ പോണത് പറഞ്ഞു. ഞാനല്ല പോകുന്നത്, നീയാണ് പോകുന്നത്. നീ വീട്ടിൽ നിന്ന് പോവാണ്, നീ നിന്റെ പിതാവിന്റെ അടുത്തേക്ക് പോവാണ്, മക്കയിലേക്ക്, മദീനയിലേക്ക്. ഖലാസ്, ഫിനിഷ്. അങ്ങനെ കൊണ്ടാക്കി കൊടുത്തു. റസൂലുള്ളാഹിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ സൈനബിന് തിരിച്ചൊന്നും പറയാൻ വളരെ സങ്കടത്തോടുകൂടി പിരിഞ്ഞു. 2 മക്കളുണ്ട് അവർക്ക്, അലി, ഉമൈമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനെ കൊണ്ടാക്കി കൊടുത്തു. 6 വർഷത്തോളം ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചില്ല. 6 വർഷത്തിന് ശേഷം മക്കത്തുനിന്ന് ഇയാള് സിറിയയിലേക്ക് പോകുന്ന വഴി മദീനയിലെത്തിയപ്പോ ഇയാൾക്ക് ഇവളെ ഓർമ്മ വന്നു, സൈനബിന് ഓർമ്മ വന്നു. മുഹമ്മദിന്റെ മകൾ സൈനബിന്റെ വീട് എവിടെയെന്ന് വെച്ചാൽ ഇയാള് നടന്നു സൈനബിന്റെ വീട് കണ്ടെത്തി. എന്നിട്ട് വാതിൽ പോയി മുട്ടി. അപ്പൊ ഈ മഹദി സൈനബ് റളിയല്ലാഹു അൻഹ വളരെ സന്തോഷിച്ചു. കാരണം ഇവര് പ്രാർത്ഥിച്ചിരിക്കായിരുന്നു വിശ്വാസിയായിട്ട് തിരിച്ചു വരണമെന്ന്. അങ്ങനെ അബുല്ലാസ്, നിങ്ങൾ വിശ്വാസിയായില്ലേ? അതല്ല തിരിച്ചു വന്ന ശേഷം നെവർ, വിശ്വാസിയായിട്ടില്ല. ഞാനൊരു കച്ചവട ആവശ്യാർത്ഥം, ബിസിനസ് ആവശ്യാർത്ഥം വണ്ടി അവിടെ ഇട്ടാ, ബിസിനസ് ആവശ്യാർത്ഥം പോകുന്ന വഴിയിൽ ഞാൻ കാണാൻ കയറിയതാണ്. അപ്പൊ ഒരു ദൂതനെ അയച്ചിട്ട് മകള് സൈനബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളത്. അവൻ വിശ്വാസിയായിട്ടില്ല എന്നുള്ളതും പറഞ്ഞു. അപ്പോ അവനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുക, അവന് വേണ്ടത് കൊടുക്കുക. അതേപോലെ തന്നെ നിന്റെ മക്കളുടെ ഉപ്പയാണ്, ബട്ട് നെവർ എവർ ലെറ്റ് ഹിം ടച്ച് യു. നിന്നെ അവൻ സ്പർശിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, കാരണം അവൻ അവിശ്വാസിയാണ്. അങ്ങനെ അദ്ദേഹത്തെ മുസ്ലിം ആക്കാൻ ഇവർ നോക്കി. മുസ്ലിം ആവാൻ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. പക്ഷെ ഒരു പെണ്ണിന് വേണ്ടി എന്റെ കുടുംബത്തെയും എന്റെ തറവാടിനെയും നാടിനെയും നാട്ടുകാരുടെ വിശ്വാസത്തെയും ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ വിശ്വാസത്തെ അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു പെണ്ണിന് വേണ്ടി അതൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നീ വേണമെങ്കിൽ എന്റെ വിശ്വാസത്തിലേക്ക് പോരെ.
ആര് പറഞ്ഞു? അബുല്ലാസ് പറഞ്ഞു. അബുല്ലാസ് പറഞ്ഞു. അങ്ങനെ ഈ ഒരിക്കലും സൈനബ് റളിയല്ലാഹു അൻഹു ഒരു പുരുഷന് വേണ്ടിയിട്ട് സത്യവിശ്വാസം ഉപേക്ഷിക്കില്ലല്ലോ. ഇല്ല. ഇദ്ദേഹം സ്വീകരിച്ചില്ല. അങ്ങനെ ഇദ്ദേഹം അവിടുന്ന് പോയി. പോകുന്ന വഴിക്ക് ഒരുപാട് പാരിതോഷങ്ങളും പണമൊക്കെ കൊടുത്തു. അങ്ങനെ തിരിച്ച് മക്കയിൽ പോയിട്ട് ഈ പാരിതോഷങ്ങളും പണങ്ങളൊക്കെ കൊടുത്തു. അബുല്ലാസ് അവിടെ പോയിട്ട് വന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ, അവന്റെ കുടുംബത്തിന് ഇവിടുന്ന് കിട്ടിയ ഇതൊക്കെ കൊടുത്തു, റസൂലുള്ള കൊടുത്ത പാരിതോഷങ്ങൾ. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വീണ്ടും മദീനയിലേക്ക്. മദീനയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് സത്യവിശ്വാസിയായി, മുസ്ലിമായി. എന്നിട്ട് ഇനി ഞാൻ അവളൊന്ന് പോയി കണ്ടോട്ടെ എന്നാണ്. കം വിത്ത് മീ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വാതിൽ മുട്ടി, ഇതാ നിന്റെ ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വളരെ സങ്കടകരം എന്താ വെച്ചാല് പിന്നെ വളരെ കുറച്ച് മാസങ്ങളെ സൈനബ് ജീവിച്ചിട്ടുള്ളൂ. സൈനബ് മരണപ്പെട്ടു. സമയത്തിനകത്ത് സൈനബ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ചെറുപ്പത്തിൽ നമ്മൾ യുവതിയായിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് സഹിക്കാൻ പറ്റും. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. പക്ഷെ വളരെ ഷോർട്ട് പീരീഡ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത ഭയങ്കര ദുഃഖത്തിൽ അയാൾ ഒരുപാട് കരഞ്ഞു. ആഫ്റ്റർ വളരെ കുറച്ചു കാലത്തിന് ശേഷം ഇയാൾ മരണപ്പെട്ടു. പക്ഷെ മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ സ്റ്റോറി. രണ്ടുപേരും മരിച്ചു. ഈ അലി ഉമൈമ 2 കുട്ടികള് ബാക്കിയായി എന്നുള്ളതാണ് പിന്നെ സ്റ്റോറി. ആ ഒരു ചെറിയ സമയമാണ് പിന്നീട് അവർക്ക്. അതെ.